അപ്പോൾ നുണക്കോഴിയാണ് ഞങ്ങൾ കയറുകയാണ്. നുണക്കോഴി കണ്ടില്ലെങ്കിൽ അതിൻ്റെ തൊട്ട സൈഡിൽ വാഴ വെച്ചിട്ടുണ്ട്. ആ വാഴ ഞങ്ങൾ കയറി കാണുന്നതായിരിക്കും. എന്തായാലും അല്ലെങ്കിൽ ചീരേ. ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞങ്ങളുടെ പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ബ്ലോഗൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഇന്ന് ചെറിയൊരു യാത്ര, ട്രിവാൻഡ്രത്തേക്കൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ ബ്ലോഗ് എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്ക്. അപ്പോൾ ഞങ്ങളിത് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. ഒരുപാട് ചുറ്റിക്കറങ്ങി പോകുന്ന അപ്പോൾ നമ്മളിത് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് KSRTC സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അടുത്താണ് KSRTC സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷന്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ലൈമ കുടിച്ചിട്ട് അല്ലേ? ഇതാണ് ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡ്. ഇതൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമെന്നറിയാം. എന്നാലും ഒരു രസം. സോഡ നാരങ്ങ കുടിക്കാൻ വന്നതാണ്. ഉപ്പും പഞ്ചസാരയല്ലേ പറഞ്ഞത്? ഈ കടയിൽ നിന്നാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കാനെന്താണോ കഴിക്കാൻ നിങ്ങളുടെ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഹായ് ഗായ്സ്. അപ്പോൾ ഞങ്ങളിത് PMG ആണ് നിൽക്കുന്നത്. ഇവിടെ എവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അവർ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. കണ്ടു കഴിഞ്ഞു. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് മിസ്റ്റർ ഷിംല. ഞങ്ങൾ ഇവരെ കാണാൻ വേണ്ടിയാണ് വന്നത്. നമ്മുടെ കൂട്ടുകാരൻ ചെക്കാട്ടൊരു ഔട്ടിങ് ഒരു അടിച്ചുപൊളിയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് രാജേഷണൻ നമ്മുടെ ഒരു ചേട്ടനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അടിച്ചുപൊളി ബാക്കി വീഡിയോ എൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും. അടിച്ചുപൊളിക്ക് പുള്ളി നിൽക്കുന്നില്ല കേട്ടാ, പുള്ളി പോവുകയാണ്. പുള്ളി നമ്മളെ ഒറ്റയ്ക്കാക്കി പോവുകയാണ്. രാജേഷണൻ നിൽക്കുന്നില്ല, പുള്ളി ഇപ്പോൾ കയറി പോകും. പുള്ളി ഇപ്പോൾ കയറ്റി വിടും. ബാക്കി ഞങ്ങൾ പോകും. അപ്പോൾ നമ്മളത് പട്ടത്തെത്തി കേട്ടോ. പട്ടം നമ്മൾ അവിടെ നിന്ന് ബസ് കയറി നേരെ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. പട്ടം LIC ജംഗ്ഷൻ. അവിടെ നമ്മൾ ഗരം മസാല എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ഒരുപാട് ഓഫറുകൾ ഉണ്ടെന്നുള്ളൊരു വീഡിയോ കണ്ട് പോകുന്നതാണ്. ബാക്കി അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ, ഇതാണ് ഗായ്സ് ഇവിടെ നിന്നുള്ള വ്യൂ. അത് അടിപൊളി അല്ലേ? കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വ്യക്തങ്ങളൊക്കെ ലൈറ്റുകളൊക്കെ ഒത്തിരി കുറയുമ്പോൾ ഇവിടെ നല്ല രസമായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിത് ഗരം മസാലയിലെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കയറിയാണ് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ എന്തോ നല്ല ഇതിലും ഫുഡാണ്, കാരണം നല്ല തിരക്കുണ്ട്. എന്താ ഓർഡർ ചെയ്തത് ഷിംലാദേ? എന്താ ഓർഡർ ചെയ്തത്? ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ ഇത് ഗരം മസാല ഓഫറാണ്. 999
ഒരു ക്വാർട്ടർ പോർഷൻ അൽഫാം അല്ലെങ്കിൽ ഷവായി റൈസ് ഇത് കഴിക്കാനാണ് നമ്മൾ ഇത്രയും ദൂരെ നിന്ന് ഇവിടെ വന്നത്. അതെ, ഇവിടെ എന്ന് പറയുമ്പോൾ കൊല്ലത്തിനാണെങ്കിലും അത് വീഡിയോ തുറക്കാൻ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്കത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ട് കാണാം. നീ പറയുന്നത് കിടിലാണെന്നാണ്? കിടിലാണെന്ന് വെച്ചാൽ കഴിച്ചു നോക്കിയിട്ട് പറയാം, ബാക്കി കഴിച്ചിട്ട് പറയാം. ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരു ബ്ലോഗ് കണ്ടാണ് ഈ ഫുഡുകൾ കഴിക്കാൻ വരുന്നത്. അതിന് ഫുഡ് എന്ന് പറയും, എല്ലാവർക്കും അറിയായിരിക്കില്ലേ. അപ്പോൾ ആ ഒരു ബ്ലോഗ് കണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ കഴിച്ച് ഓർഡർ ഞങ്ങൾ സ്ഥിരം എന്താ പറയുക, ഞങ്ങളുടെ ഒരു തറവാട് എന്ന് പറയുന്നത് സംസം. എന്തായാലും ഇവിടെ ഇനിയിപ്പം സംസം വെട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അതെ, എന്തായാലും നോക്കാം. ഇവിടെ പോയാലേ അടുത്തത് കണ്ടുപിടിക്കണ. പിന്നെ ഉടനെ അടുത്ത പോകണമല്ലോ. പൈസ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ തീരുന്നത്. അല്ല, പുള്ളിക്കാരൻ ഓരോ വീഡിയോ ഇടും. നമ്മൾ ഓഫറുകൾ തപ്പി തപ്പി പോകുന്നു, ഓരോ സ്ഥലത്ത് പോയി കഴിക്കുന്നു. അത് ഞാൻ എടുക്കാൻ വേണമെങ്കിൽ നമ്മൾ പോയി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിക്കോളാം. ഇനി കഴിക്കുകയാണ്. കഴിക്കുന്നതുകൊണ്ട് അല്ല തിരക്കില്ല. കഴിച്ച് കഴിഞ്ഞിട്ടൊരു പടത്തിന് പോകാനാണ് പ്ലാൻ. അപ്പോൾ ആ പടത്തിൻ്റെ കാര്യമാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി കഴിച്ചിട്ട് പറയാം. ഓക്കെ, നമ്മൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് ഇനി അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല, കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. ഞാൻ പറയുന്നില്ല. എന്തായാലും എടാ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ നേരത്തെ കഴിക്കുമ്പോഴേ നല്ലതായിരുന്നു, പക്ഷേ ഇപ്പോൾ ആൾക്കാർ മാറുമ്പോൾ കുറവില്ല. അങ്ങനെയാണ്. അടുത്ത പടം കാണാനായിട്ട് കൈരളിയിലേക്ക് പോവുകയാണ് കേട്ടോ. സ്നിക്കേഴ്സൊക്കെ വാങ്ങി 3 പേർക്കും. ചെറിയ അങ്ങോട്ടേക്കുള്ള കൈരളിയിലേക്ക്, ഇവിടെ കൈരളി തിയേറ്ററിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ. അപ്പോൾ നടന്നു പോകുന്ന ടൈമിൻ്റെ ആയാസം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്നിക്കേഴ്സ് വാങ്ങിച്ചത്. അതൊക്കെ കഴിച്ച് കൈരളി പോയിട്ട് ഏത് പടം കാണുന്നുണ്ടാ ഏടാ? തിയേറ്ററിൽ പോയി നോക്കാം. അപ്പോൾ വാഴ അല്ലെങ്കിൽ ചീരല്ല, വാഴ അല്ലെങ്കിൽ നുണക്കുഴി. അപ്പോൾ അത് കാണാം എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ ഇനി തിയേറ്ററിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. കൈരളി തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കൈരളി തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സിനിമ കയറും. നമ്മളെ സിനിമ ഏതെന്ന് വെച്ചാൽ എൻ്റെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ കാണുന്ന പട സിനിമ. ബേസിൽ ജോസഫ് നായകനായ നുണക്കുഴി. അപ്പോൾ നുണക്കുഴിയാണ് ഞങ്ങൾ കയറുകയാണ്. നുണക്കുഴി കണ്ടില്ലെങ്കിൽ അതിൻ്റെ തൊട്ട സൈഡിൽ വാഴ വെച്ചിട്ടുണ്ട്. ആ വാഴ ഞങ്ങൾ കയറി കാണുന്നതായിരിക്കും. എന്തായാലും അല്ലെങ്കിൽ ചീര. അത് പുള്ളിയുടെ ഒരു കോമഡിയാണ്, പഴയ കോമഡി. നേരത്തെ ഒരു കോമഡി ചീറ്റിപ്പോയി, സൈഡിൽ കൊണ്ട് കാട്ടിൽ ചെന്നൊരു കോമഡി ആയിരുന്നത്. അപ്പോൾ 9 മണിക്കുള്ള ഷോയ്ക്ക് 8 മണിക്ക് വന്നിരിക്കുന്ന എൻ്റെ കൂട്ടുകാരാണിത്. പിന്നെ ഞാൻ ഞങ്ങൾ കറക്റ്റ് പങ്കുവയ്ക്ക്. അതെ അതെ, മിസ് ചെയ്തത്. അതിനുവേണ്ടി അതും ഒരു കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നിട്ടാണ് പുള്ളിക്കാരെ വന്നിരിക്കുന്നത്. കമ്മിറ്റി വരെ കളഞ്ഞിട്ടാണ്. കമ്മിറ്റിയാടാ. ഓക്കെ, വിഷമോ എന്തെങ്കിലും? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലല്ലോ. ഒന്നും പറയാനുണ്ടോ? എന്താ? അതായത് ഈ സിനിമ കണ്ടിട്ട് ബാക്കി പറയാം. സൂപ്പർ സാധനോടാ എടാ. ഇതേ ഈ കോമഡി കൊടുക്കുന്ന വിൽക്കും ഞാൻ. ഇത് അത് നമ്മുടെ കൂടെ വന്നൊരു ചെറുക്കനാണ്. അവൻ ഫോൺ ചെയ്യാണ്. തിയേറ്ററിൽ ഈ 9:15 പടത്തിന് ഞങ്ങളെയും വിളിച്ചിട്ടുണ്ട്. 8 മണിക്ക് വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് നേരത്തെ വന്നതാണ്.
എന്നിട്ട് അവൻ നിന്ന് ഫോൺ ചെയ്യുന്നു, ഞങ്ങളിവിടെ ഇരിക്കുന്നു, ഒന്ന് അലച്ചോണം, ഞാൻ ഗതികേട് എന്താ ഈ വലിയ 9 കാലം നീ മറന്നുപോയി അവിടെ തന്നെ നിൽക്കുമെന്ന് അറിയത്തില്ല. എനിക്ക് നമ്മൾ കയറും പടത്തിൽ. അതെ, ഞങ്ങൾ കയറും പടത്തിന് കാശ് അവൻ തരും. നല്ല ചോക്കണേ, ഇവൻ ഞങ്ങളെ നേരത്തെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ദൈവമേ പടം ഒട്ടും മിസ്സാവരുതെന്ന് കരുതിയിട്ടാണെന്ന്. പക്ഷെ ഇപ്പോഴല്ലേ സംഭവം മനസ്സിലായത്. ഫൈനലി ഞങ്ങളുടെ നായകൻ എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി മേളിലാണ്. അപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനി സിനിമ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. വളരെ നല്ലൊരു കോമഡി മൂവിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇറങ്ങിയാണ്. ബാക്കിയൊക്കെ ഡീറ്റെയിൽസ് പറയാം. ബോറടിയൊന്നുമില്ലായിരുന്നു. സിനിമ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങിയാണ്. ബാക്കിയൊക്കെ ഡീറ്റെയിൽസ് പറയാം. ബോറടിയൊന്നുമില്ലായിരുന്നു.